എന്നെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കരാറുകളിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇസ്രായേലിലെ നെതന്യാഹു ഏർപ്പെട്ടപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഊറ്റിക്കുടിച്ചിട്ട് ഒരുപാട് കോഴക്കേസുകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സമയത്താണ് പല യുദ്ധങ്ങൾക്കും അദ്ദേഹം അല്ലെങ്കിൽ നെതന്യാഹു തുടക്കം കുറിക്കുകയും ഈ ഒരു ജാമ്യം നീട്ടിക്കൊണ്ടു പോവുകയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കുറേയും കൂടി നീട്ടിക്കൊണ്ട് പോകട്ടെ എന്ന് മനസ്സിലാക്കി തന്ത്രപരമായിട്ട് നീങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പം നെതന്യാഹുവിൻ്റെ കൈകളിൽ എടുക്കാനുള്ള ഒന്നുമില്ല. കാരണം ഹമാസ് ഒരു ഭാഗത്തായിട്ടുണ്ട്, ഹിസ്ബുള്ള മറ്റൊരു ഭാഗത്തുണ്ട്, അതുപോലെ ഗസയുടെ കാര്യമായി ഇടപെടാനൊന്നുമില്ല എല്ലാ അർത്ഥത്തും. പിന്നെ ഇറാനോട് ഇടപെടണം, അത് പിന്നെ അവസാനത്തെ ഇടപെടലായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ആരോടും ഒന്നും പറയാതെ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ആ സമയമാണ് ലോകത്തെ ഏറ്റവും ഈ കിരാതനായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള നെതന്യാഹുവിനെ തേടിയിട്ട് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആളുകൾക്ക് തോന്നും ഈ വാറണ്ട് കൊണ്ടൊന്നൊരു കാര്യമില്ല. സത്യത്തിൽ അങ്ങനെ ആയേക്കാം, ആകാതിരിക്കാം. എന്താണെങ്കിലും ഇപ്പം നെതന്യാഹു സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ അഥവാ ജൂതന്മാർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കള്ളക്കേസുകളിൽ, ഒരുപാട് കോഴക്കേസുകളിൽ കുടുങ്ങുകയും അതിൻ്റെ കോടതികളിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് പലപ്പോഴും പല യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടും നെതന്യാഹു മുന്നോട്ട് വന്നത്. അതിൽ നിന്നൊന്നും ഇപ്പോൾ സ്കോപ്പില്ലാതിരിക്കുമ്പം ലോക കോടതി തന്നെ, വേൾഡ് വൈഡായിട്ടുള്ള ക്രിമിനൽ കോർട്ട് തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്ന രീതിക്കുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. രാജ്യാന്തര പാതകളൊക്കെ ഉപയോഗിക്കുമ്പം ഈ ഒരു വെല്ലുവിളി വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് തടസ്സമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൊല്ലകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള അതിക്രമങ്ങൾക്കോ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ജൂതൻ എന്ന് പറയുന്നത് അത്ര കണ്ട് വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരു നേതാവിനെ വധിച്ചു എന്ന റിപ്പോർട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഹമാസിനെ ഒന്ന് പ്രകോപിപ്പിച്ചിട്ട് ഈ ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും നെതന്യാഹുവിന് വരണം. പക്ഷേ അമേരിക്കയുടെ ആ ഒരു വലിയ ഇടപെടൽ കൊണ്ട് ഹമാസിൻ്റെ ആളെ പ്രത്യക്ഷമായിട്ട് അമേരിക്ക അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽക്കൂടെ അന്തർധാര സജീവമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ ഹമാസിൻ്റെ ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും നെതന്യാഹുവിന് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് പോലും അത്ര കണ്ട് പന്തിയല്ലാത്ത രൂപത്തിലായിരിക്കുകയാണ്. വേൾഡ് വൈഡ് ക്രിമിനൽ കോടതി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് അദ്ദേഹം കൊടുത്തിട്ടുള്ള നെതന്യാഹു കൊടുത്തിട്ടുള്ള ആ ഒരു ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ശിക്ഷയാണ്. എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്നുള്ളതിന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിലും ഇപ്പം ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഇതാണ് ഇപ്പോൾ ഹൈലൈറ്റഡ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത്. രാജ്യത്തിൻ്റെ എത്രയോ വലിയ ഏക്കറക്കണക്കിന് വിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ ഭവനത്തിൽ അന്തിയുറങ്ങാൻ സമാധാനമില്ലാത്ത ഒരു മനുഷ്യ പിശാചായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോൾ നെതന്യാഹു. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടി വരിക. കാരണം അവരുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ അഥവാ നെതന്യാഹുവിൻ്റെ മുമ്പ് വന്ന ഒരുപാട് മന്ത്രിമാർ നമുക്ക് കാണാൻ പറ്റും. ഏരിയൽ ഷെറോൺ അടക്കം നമുക്ക് ഒരുപാട് പാഠങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നരകിച്ച് മരിച്ചു പോകുന്ന രീതിക്ക്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. കുടുങ്ങിയാൽ ഒരു വല്ലാത്തൊരു കുടുക്കത്തിലേക്കും ആ തുടക്കം യാതനകളുടെയും വേദനകളുടെയും തുടക്കമായിട്ടും നമ്മുടെയൊക്കെ ഏറെ പ്രതീക്ഷയുള്ള നെതന്യാഹു അങ്ങനെ അകപ്പെട്ടു പോകുന്നത് ഒരുപക്ഷെ കാണാൻ ഇടവരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും നെതന്യാഹു ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് നമുക്കൊക്കെ ഓരോ അപ്ഡേഷൻ വരുന്ന മുറക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ.